ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മോർണിംഗ് വ്ളോഗാണ്. മക്കൾക്ക് ടിഫിനിലേക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ തന്നെ ഒരു കട്ടൻ വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എനിക്കല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചായ കുടിക്കാറില്ല. പിന്നെ ആദ്യം തന്നെ ഞാൻ മക്കൾക്ക് ഫ്രൈഡ് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ടിഫിനിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കപ്പ് വന്നിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ നിന്ന് വാങ്ങിച്ചു എന്ന്. ഇത് ഞാൻ ഓൺലൈനിലായിട്ട് മീഷോന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ അപ്പോൾ ഞാനിന്ന് തനിമ അരിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ചിക്കൻ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തലേദിവസം രാത്രിയിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് സുർക്കയും കൂടി ചേർത്തിട്ട് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊന്ന് പൊരിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ വേഗം ഞാൻ അരിയൊന്ന് കഴുകിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ അരിപ്പയിലിട്ട് പെട്ടെന്നൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കഴുകിയെടുക്കുന്നതുകൊണ്ട് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അരിപ്പയിൽ വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ കഴുകാനും പറ്റുന്നുണ്ട്, നല്ല പോലെ എന്താ പറയുക ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊന്ന് ഊറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇനി ബാക്കി വന്ന ഈ ഓയിലിൽ തന്നെ ഞാൻ റൈസും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള നെയ്ച്ചോറാണ്. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കപ്പ് എന്താ പറയുക തനിമരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞാനിതിലേക്ക് എന്താ പറയുക സവാളയും മറ്റു കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഫ്രൈഡ് റൈസിനായതുകൊണ്ട് ഉപ്പും ഓയിലും മാത്രം ചേർത്തിട്ടാണ് ഈ അരി ഒന്ന് വേവിച്ചെടുക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊന്ന് ചിക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ വേഗം ചിക്കൻ ഒന്ന് ചിക്കി എടുത്തിട്ട് ബാക്കി പരിപാടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പത്തിൻ്റെ പരിപാടികൾക്കൊന്നും പോയിട്ടില്ല. വേഗം ചോറൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള അപ്പം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ പത്തിരി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ തലേദിവസം രാത്രിയിലെ കറികളൊന്നും ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും മുട്ട പൊരിച്ചോ മറ്റോ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയായിട്ട് അത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഗ്യാസിൻ്റെ ചെറിയ ബർണറില്ലേ, അപ്പോൾ അതൊന്ന് കേട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറെത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗ്യാസിൽ തന്നെയാണ് ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കുന്നുള്ളത് കേട്ടോ. ഒറ്റ ഒരു ഗ്യാസിലാണ് സ്റ്റൗവിൽ എന്താ പറയുക ബർണറിലാണ് ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ അരിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചോറ് റെഡി ആയിട്ട് വരുന്ന നേരത്തെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്ന ടൈമിൽ ഞാൻ വേഗം തന്നെ പോയി തുണിയൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അലക്കി ഉണക്കി കിട്ടിയാൽ വേഗം നമുക്ക് വിരിച്ചിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഡെയിലി ഒരു 4-5 പ്രാവശ്യം അലക്കാനുള്ള തുണികളൊക്കെ എനിക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ 6-7 പേരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും തുണികളാവുമ്പം കുറേ പ്രാവശ്യം അലക്കാനിടേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണേ. അപ്പോൾ വേഗം ഞാൻ ചോറൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് അടുപ്പത്തൊന്ന് മാറ്റി കൊടുത്തിട്ട് വേഗം ഒരു പാൻ വെച്ച് അതിലേക്കൊരു 4-5 ടേബിൾ സ്പൂണോളം നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഓയിൽ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു കഷ്ണം ക്യാരറ്റ് നന്നായിട്ട് ചെറുതായിട്ട് കട്ടാക്കി എടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ക്യാപ്സിക്കം നന്നായിട്ട് കട്ടാക്കി എടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസിലേക്ക് ഞാൻ സവാളയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്താ പറയുക നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്, മക്കൾക്ക് ടിഫിനിലിടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ കുറേ ഐറ്റംസ് ഇട്ടിട്ട് അതിൻ്റെ രസം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വെജിറ്റബിൾസൊക്കെ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ ചിക്കി എടുത്ത ചിക്കനും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം
കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറഞ്ഞ പോലെ കണ്ടിട്ടാണ്. പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതൊരു എരിവിനനുസരിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ പാനിൻ്റെ സൈഡിലായിട്ട് മൊത്തം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ച് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മളെ മസാലയിലുള്ള ഉപ്പൊക്കെ ഇതിലേക്ക് മൊത്തത്തിലായി കിട്ടുമെന്ന് വെച്ചിട്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് ഇതൊന്ന് ചിക്കി എടുത്തതിന് ശേഷം മസാലകളും ചിക്കനും എന്താ പറയുക എഗ്ഗും എല്ലാം കൂടിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുത്തിട്ട് മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് റൈസും കൂടി തട്ടിക്കൊടുക്കണം. അതിനു മുമ്പായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മുടെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സ്പ്രിങ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്പ്രിങ് ഓണിയൻ കൊടുത്താലാണ് നമ്മുടെ എന്താ പറയുക ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മുളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്താ പറയുക മണ്ണിൽ കുഴിച്ചിട്ടാലും പ്രശ്നമില്ല, വെള്ളത്തിൽ വെച്ച് കൊടുക്കുന്നതിലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്താ പറയുക സ്പ്രിങ് ഓണിയൻ ഇട്ടാൽ നമ്മുടെ ഫ്രൈഡ് റൈസിന് വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു മണമാണ്. എന്താ വെച്ചാൽ എനിക്കിഷ്ടമാണ് കേട്ടോ അതിൻ്റെ സ്മെല്ല്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര ഒരു എന്താ പറയുക ഒരു നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് റൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെ മിക്സാക്കി എടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ മക്കളുടെ ടിഫിനിലേക്കൊന്ന് ആക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേഗം പത്തിരി ചൂടുന്ന പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ. ഒറ്റ ഒരു ഗ്യാസ് കൊണ്ടാണ് ഇന്നത്തെ ഫുള്ള് ഫുഡും റെഡിയാക്കി എടുക്കുന്നത്. ഗ്യാസെല്ലാം അടുപ്പാന്ന് കേട്ടോ, പറഞ്ഞു പോയതാണ്. ഇനി വേഗം ഞാൻ പത്തിരിക്കുള്ള ഉണ്ടയൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഉരുട്ടി ഉണ്ടേന്നാന്ന് പറയുന്നുള്ളത്. എന്താ പറയുക കാസർഗോഡ് പലതരം ഭാഷകളുണ്ട്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലെ എല്ലാവർക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരുമായിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ അങ്ങനെയാണെന്ന് പറയുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പത്തിരി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരി ഇത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത പത്തിരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ പത്തിരിപ്പൊടി എന്ന് വെച്ചാൽ ഞാൻ തുണി വെച്ചിട്ടൊന്നും അമർത്തിയിട്ടൊന്നും എടുക്കാറില്ല കേട്ടോ. പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് 2-3 പ്രാവശ്യം പ്രസ്സാക്കി എടുക്കലാണ്. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. അപ്പോൾ പത്തിരി ഒന്ന് മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി വേഗം ഞാൻ കുട്ടികൾക്ക് ബുൾസൈ ഉണ്ടാക്കിയിട്ട് പത്തിരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ചെറിയ 2 മക്കൾക്ക് ബുൾസൈ ഉണ്ടാക്കി കൊടുത്താൽ അവർ പത്തിരിക്ക് കൂട്ടി കഴിക്കും കേട്ടോ. അവർക്ക് ബുൾസൈ പത്തിരിയിലേക്ക് ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് എന്താ പറയുക കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് എന്താ പറയുക പത്തിരി ഇട്ട് കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കും കേട്ടോ. എപ്പോഴല്ല മിക്കപ്പോഴാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ അപ്പം ചുട്ട് കൊടുക്കാറില്ല. ഇടയ്ക്ക് പഴം പുഴുങ്ങിയതോ പഴം റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കും കേട്ടോ രാവിലെ തന്നെ. എപ്പോഴും അപ്പം ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ രാവിലെ. എന്താ പറയുക അപ്പം തന്നെ കഴിക്കുമ്പോൾ മക്കൾക്കായാലും നമ്മൾക്കായാലും ഒരു മടുപ്പ് തോന്നില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് അപ്പങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ബുൾസൈ കുറേ ദിവസമായി അപ്പം ഉണ്ടാക്കാതെ. അപ്പോൾ ബുൾസൈയും പത്തിരിയാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട് മക്കൾക്ക്. വേഗം അതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ റെഡിയാകുന്ന പരിപാടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾ മദ്രസ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം ഞാൻ ഫുഡൊക്കെ ഒന്ന് കൊടുത്ത് റെഡിയാക്കി എടുക്കട്ടെ. അതിനിടയിൽ തന്നെ വേഗം ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ മക്കൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കാനുള്ള ആ ഒരു ടൈമിൽ വേഗം ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ കിച്ചണൊന്നും പെട്ടെന്ന് ക്ലീനാക്കി എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്കൊരു എന്താ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെയാണ്. എനിക്ക് കിച്ചൺ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കണം. കിച്ചണിൽ പാത്രങ്ങളോ കൗണ്ടർ ടോപ്പിലോ ഒന്നും കാണാനൊന്നും പറ്റില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് തന്നെ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേഗം ഞാൻ അലക്കാനിട്ടിട്ടുണ്ടായ തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. വേഗം അതൊക്കെ ഒന്ന് വിരിച്ചിടലാണ്. അപ്പോൾ ഞാൻ അകത്ത് തന്നെയാണ് വിരിച്ചിടുന്നത്. അപ്പോൾ പുറത്തുള്ള കിച്ചണിൻ്റെ സൈഡിലായിട്ട് അയൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് വിരിച്ചിടുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഷീറ്റിൻ്റെ വെയിലുകൊണ്ട് നല്ല പോലെ ഉണങ്ങി കിട്ടുന്നുണ്ട്. നമ്മൾ പുറത്ത് ആറിയിട്ടതുപോലെ തന്നെ നല്ല പോലെ ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല വെയിലിൻ്റെ കാരം ഷീറ്റിൻ്റെ കാരമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ പുറത്തിടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ അകത്ത് തന്നെയാണ് ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ മിഞ്ഞാന്നൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചെടികളൊക്കെ നടുന്ന
2 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിന് നല്ല പച്ചപ്പ് വന്നിട്ട് നല്ല തെകിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ല, അതൊന്ന് ഓൾ എനേബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി കാണാം. അസ്സലാമു അലൈക്കും.